ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നീണ്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളല്ല, ഒരു മാസത്തിലധികമായി. കാരണം നമ്മൾ ഇടയ്ക്കും തലയ്ക്കും ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിടുന്നതല്ലാണ്ട് വേറൊന്നും ചെയ്യാറില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അമ്പലപ്പുഴ കണ്ണനും അതുപോലെ അവിടുത്തെ പാൽപ്പായസവും പിന്നെ ഞങ്ങളുമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാലോ, ഒരു നീണ്ടുപോയൊരു നേർച്ച വഴിപാട് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങോട്ട് പോന്നേക്കണത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തന്നെ അമ്പലപ്പുഴക്ക് പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ സാധിച്ചില്ല. നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരുന്നതും കൊണ്ട് നമുക്ക് അവിടെ ചേരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ആ വഴിപാട് തീർക്കണേല്ലേ. അപ്പോൾ ഉണ്ണിക്കണ്ണനുള്ള വെണ്ണയും അതുപോലെ തുളസിമാലയും റോസും താമരമുട്ടും എല്ലാം കൊണ്ടാണ് ഞാൻ ഈ തട്ട് മേടിച്ചേക്കണത്, എല്ലാം കൂടി ചേർത്തിട്ടുള്ള. പിന്നെ ഇത് നോക്കിക്കേ, ഞാൻ ഒരു 6-7 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എൻ്റെ തലയിൽ മുല്ലപ്പൂ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും ഉണ്ട് എനിക്ക്. കാരണം എനിക്ക് മുടി വളർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് മുടിയൊക്കെ വളർത്താം. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു കാര്യതടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ എന്തെന്നാ പറയണത്, ഞങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ നാട്ടിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, ഏട്ടൻ്റെ നാട്ടിലുണ്ട്, അല്ലാണ്ട് ഞാൻ വർക്ക് ചെയ്ത നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്ര നീണ്ടുപോയത്. ഇപ്പം നമ്മളെല്ലാം കൊണ്ട് ഫ്രീ ആയി. നമ്മൾ അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്ത് എത്തി. കണ്ണൻ പറഞ്ഞ് അവിടെ ഇരിക്കാണ്ട് വേഗം വായോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കണ്ണൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. നമ്മൾ വെളുപ്പിനെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് 3 മണിക്ക് ഇറങ്ങി. അവിടെ എത്തിയത് 5:30 കഴിഞ്ഞു തോന്നുന്നു. അപ്പോഴത്തേക്ക് എത്തി. പിന്നെ ഇത് പായസ കൗണ്ടറാണേ. അവിടെ ചെന്നിട്ട് നമ്മൾ മറ്റേ രസീത് മേടിക്കണം പായസത്തിനുള്ള. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഏട്ടൻ അതിനിടയിൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് ഏട്ടൻ അപ്പുറത്തേക്ക് പോയി വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഏട്ടനും പോയി അവിടെ പോയിരുന്നിട്ട് ഏട്ടൻ്റേതായ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിതത്തിൽ പലവരും പല പ്രശ്നങ്ങളായിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കേട്ടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ കാര്യം തന്നെയാണ്. പല രീതിയിലും എന്നെ തളർത്താനും അതുപോലെ എന്നെ കുത്തി നോവിക്കാനും ദേഹോപദ്രവം ചെയ്യാനായാലും എങ്ങനെയായാലും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ആരോടും പകരത്തിന് ചോദിക്കാൻ ഒന്നിനും നിന്നിട്ടില്ല. പകരം നമ്മൾ ഈശ്വരൻ കൈപിടിച്ച് ഉയർത്തി ഇന്ന് ഇത്ര ഇതിലായിട്ട് നിർത്തിയേക്കണം. അപ്പോൾ എന്നെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇറക്കി വിട്ടതിൻ്റെ വീഡിയോസൊക്കെ. അതിൽ നോക്കിയാൽ ഞങ്ങളുടെ ഉയർച്ച എവിടത്തോളം എത്തിയെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ എടുത്തായിരുന്നു കേട്ടോ, സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷയൊക്കെ എടുത്തു. ജീവിതം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മൾ അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്ത് വന്നു. ഇനിയുണ്ട് കൊടുങ്ങല്ലൂർ നമ്മുടെ നടക്കേ പോകണം. അവിടെ ഒരു 3-4 വട്ടമൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ, എന്നാലും പോകണം. പിന്നെ അതുപോലെ ചോറ്റാനിക്കര പോകാനുണ്ട്, പഴനിക്ക് പോകാനുണ്ട്, വേളാങ്കണ്ണിക്ക് പോകാനുണ്ട്. വേളാങ്കണ്ണി കഥ ആണെന്നുണ്ടെങ്കിൽ അതൊരുപാട് പറയാനുണ്ട്. വേളാങ്കണ്ണിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും പോവില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇനി പോകണം, ഏട്ടൻ്റെ ഒപ്പം പോകണം. പിന്നെ അമ്പലത്തിൽ ചെന്നപ്പോൾ എനിക്ക് കണ്ടമാനം അമ്മമാർ, അതുപോലെ ചേട്ടന്മാർ, അതുപോലെ നല്ല നല്ല കുഞ്ഞു മക്കളെയും കൂട്ടിന് കിട്ടി. കുറച്ച് നേരം അവരെയൊക്കെ ആയിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പ്രസാദം മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കുളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണേ. ഇതേ കണ്ട ഉണ്ണിക്കണ്ണനെ നേദിച്ച വെണ്ണയൊക്കെ ഞാൻ തിന്നിട്ടോ. വെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അതങ്ങനെ കഴിച്ചു. പിറ്റേ ദിവസം എടുത്ത് കഴിച്ചു. അങ്ങനെ കഴിച്ച് തീർത്തു. ഇത് 2 ദിവസത്തിന് മുന്നേ ഉള്ളതാണ്. നമ്മൾ ഞായറാഴ്ചയാണ് പോയത്. പിന്നെ അവിടെ ഇറങ്ങി എനിക്ക് പേടിയാണ് കുളത്തിൽ ഇറങ്ങാനായിട്ട്. പിന്നെ ഒരു കണക്കിന് കയ്യും കാലൊക്കെ കഴുകി കയറി. നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ ഒരു വെണ്ണയുടെ ഇതെനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ അമ്പലപ്പുഴയിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്കിത് ആദ്യമായിട്ട് കിട്ടുവാണ്. ഏട്ടനും ഞാനും ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്രയാണ് അമ്പലപ്പുഴ. എന്ന് വെച്ചാൽ വേറെങ്ങും പോയിട്ടില്ല എന്നല്ല, അമ്പലപ്പുഴയിലേക്കുള്ള ആദ്യത്തെ യാത്ര.
ആണ് 2025 നമ്മൾ നേടിയ. വേറൊരു വിശേഷമുള്ളതെന്ന് വെച്ചാൽ അമ്പലപ്പുഴയിൽ ഞങ്ങൾ ചെന്ന അന്ന് തന്നെയാണ് അവിടുത്തെ കൊടിയേറ്റം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് അവർ പറയുവാണ് ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടത്രേ, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടിയേറുന്ന ദിവസം തന്നെ എത്തിയത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ ഈ ഇരിക്കണത് പായസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. കുറേ നേരം പിള്ളേരുടെ കളിയൊക്കെ കണ്ടു, അങ്ങനെ ഇരുന്നു. കുഞ്ഞുമക്കൾക്കുടെ കളിയൊക്കെ കണ്ടു. ഇതേ ബാക്കിൽ വന്ന ചേച്ചിനായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ പായസം മേടിക്കാനായിട്ട് ഞാൻ നിന്ന്. ക്യൂ എന്ന് വെച്ചാൽ ഒരു 1.5 ക്യൂ ആയി പോയിട്ട. പിന്നെയെന്ന് വെച്ചാൽ കൊടിയേറണ കൊണ്ട് നമുക്ക് നേരത്തെ പായസം തന്നു, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഉച്ചപൂജയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളായിരുന്നു. ഇത് നമുക്കൊരു 9:30-10 മണിക്കുള്ളിൽ തന്നെ പായസമൊക്കെ കിട്ടി കണ്ട. അത് മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. വീട്ടിൽ ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി, 4:30 ആയപ്പോഴേക്ക് എത്തി. തിരിച്ചു പോരുവാണ് ഉണ്ണിക്കണ്ണൻ്റെ നടയിൽ നിന്ന്. ഇനിയും നമ്മൾ പോകുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അമ്പലപ്പുഴയിൽ ചെല്ലണം, പായസം മേടിക്കണം, ആ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടി. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്ന് സാധിക്കുന്നത് ഏട്ടൻ എൻ്റെ കൂടെ കട്ടക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.